ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മി. ഞാൻ ഒരു സർട്ടിഫൈഡ് ടാരോ കാർഡ് റീഡറാണ് ആൻഡ് ഹീലറാണ്. ഹീലിംഗ് സർവീസസ് ബുക്ക് ചെയ്യാൻ പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ലഭിക്കുന്നതാണ്. സേവ്സ് ടീമിൻ്റെ നമ്പറും ലഭിക്കുന്നതാണ്. നൗ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ, ആ വീഡിയോയിൽ വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ എങ്ങനെ ചെയ്യണം എന്ന് ഏറെ കമൻസ് ഞാൻ കണ്ടിരുന്നു. ഡിയേഴ്സ്, വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ എന്താണ്? വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ പോലെ തന്നെ വയലറ്റ് ലൈറ്റ് മെഡിറ്റേഷനാണ് വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ. ഓക്കെ, സോ അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ലഭിക്കും, അല്ലെങ്കിൽ സബ്ലിമൽസ് ലഭിക്കും. വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ, വയലറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് കേട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ഓർ എൽസ് നിങ്ങൾ സബ്ലിമൽസ് ഒന്നും കേൾക്കാത്ത മെമ്പേഴ്സാണ് ആൻഡ് നോർമൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് ലൈറ്റ് ക്രൗൺ ചക്രയിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ചക്രേസിലേക്കും ലൈറ്റ് ഡിസെൻഡ് ആകുന്നു എന്നത് കാണൂ. ആൻഡ് നിങ്ങളുടെ ഹോൾ ഓറ വയലറ്റ് ഫ്ലെയിമിൻ്റെ ഉള്ളിലാണ്, വയലറ്റ് ലൈറ്റിൻ്റെ ഉള്ളിലാണ് എന്നത് സങ്കല്പിക്കൂ. ആൻഡ് ദെൻ മെഡിറ്റേറ്റ് ചെയ്യൂ. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വയലറ്റ് ലൈറ്റ് നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റീസ്, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത നെഗറ്റിവിറ്റീസ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ്, നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യങ്ങൾ, ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം, വെറുപ്പുണ്ടെങ്കിൽ അത്, ഓക്കെ, ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് ഈ വയലറ്റ് ലൈറ്റ് മാറിപ്പോകുന്നതായി കാണും. ഓക്കെ, ഡെയിലി മെഡിറ്റേഷൻ 10 to 15 മിനിറ്റ്സ് ചെയ്യൂ. ഏറെ വ്യത്യാസം നിങ്ങൾക്ക് വരുന്നതാണ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ റീഡിങ്, നമ്മുടെ ബെസ്റ്റ് സെല്ലേഴ്സ് എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് മണി കപ്പ്, ഓക്കെ, റെഡി സ്റ്റോക്ക് ആണ്. പ്രേക്ഷകർക്ക് ബുക്ക് ചെയ്യാം. ഓൾ റൈറ്റ്, ബ്യൂട്ടിഫുൾ കപ്പാണ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്. എൻ്റെ ഡെയിലി പ്രോസസ്സ് ഈ ഒരു കപ്പ് തൊട്ടാണ് തുടങ്ങുന്നത്. മണി കപ്പ്, ഓക്കെ, മണി കപ്പ് എനർജീസ് നിങ്ങളുടെ വൈബ്രേഷൻസ് കൂട്ടി തരുന്നതാണ്. മണി വൈബ്രേഷൻ കൂട്ടുമ്പോൾ നിങ്ങളുടെ പ്രോസ്പെരിറ്റി വൈബ്രേഷനും അബണ്ടൻസിൻ്റെ വൈബ്രേഷനും ആൻഡ് നിങ്ങളുടെ ഓറയും ആണ്, ഓറയുടെ പവറാണ് കൂടുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളായിക്കോട്ടെ, ആൻഡ് ഇഫ് പ്രേക്ഷകർ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിദ്യാധനം വർദ്ധിക്കാൻ, നിങ്ങളുടെ പഠിക്കുന്ന കഴിവ് അത് വർദ്ധിപ്പിക്കാൻ, ഓർമ്മ നിൽക്കാൻ, ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്വിച്ച് വേർഡ്സും ആൻഡ് മന്ത്രാസ് ആസ് വെൽ ആസ് നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് ആണ് ഈ ഒരു കപ്പിലുള്ളത്. ഓക്കെ, സോ മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ്. വിശ്വാസമുള്ളവർ, ഓക്കെ, എനർജി വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ എനർജി വർക്കിൽ വിശ്വാസമുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2026 നമ്പർ വണ്ണിൻ്റെ വർഷമാണ്. ദാറ്റ് ഈസ് സക്സസിൻ്റെ വർഷമാണ്. സൺ എനർജി നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു വർഷമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള സൺസ്റ്റോൺസ്, ഓക്കെ, സൺസ്റ്റോൺ ബ്രേസ്ലെറ്റ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ടർക്കോയ്സ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഫിറോസ ബ്രേസ്ലെറ്റ്, ഓക്കെ, ഇതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഗുണം വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ റിംഗ് പോലെ തന്നെ, ഓക്കെ, റിംഗ് ഫോമിൽ വരും, ബ്രേസ്ലെറ്റ് ഫോമിൽ വരും. ബ്രേസ്ലെറ്റ് ഫോമാണ് അവൈലബിൾ. ഓക്കെ, സോ ഇനിയും നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. സോ എന്താണ് ഡിവൈൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? 3 of Swords, ഓക്കെ, 3 of Wands, Hangman, 7 of Cups, 4 of Pentacles. ബ്യൂട്ടിഫുൾ എനർജി. സോ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് വിഷമങ്ങൾ തന്ന മെമ്പേഴ്സ്, ഓക്കെ, ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, വിഷമങ്ങൾ ഉണ്ടാക്കി, ഓക്കെ,
നിങ്ങൾക്കിപ്പോഴും ഒരു തോന്നലുണ്ട് വെദർ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിലിറങ്ങിയോ, നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയോ. ഓക്കെ, കാരണം ഇതേ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല വെദർ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിലിറങ്ങിയോ, നിങ്ങൾക്കിപ്പോഴും ആ ആൾക്കാരുടെ ചിന്ത എന്താണ് വരുന്നത്, ഓക്കെ, എന്തുകൊണ്ടാണ് വരുന്നത്. സോ ഇവിടെ ഡിവൈൻ പറയുന്നത് യെസ്, നിങ്ങൾ ഈ സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ആ ഓർമ്മകൾ കിടക്കുകയാണ്. ആ സിറ്റുവേഷൻ, ആ ആൾക്കാർ എന്താണ് നടന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത്, ഓക്കെ, എന്തൊക്കെയാണ് അവർ ചെയ്തത്. ഡിഗ്നിറ്റി വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഡിഗ്നിറ്റിയെ ഹാം ചെയ്യാനും നിങ്ങളുടെ പേര് താഴ്ത്താൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി 3 പേര് ചിലർക്കുണ്ട്. ഓക്കെ, ചിലർക്ക് 3 പേരുണ്ട്. സോ ഇവിടുന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഫോർഗിവ്നെസ് പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കൂ. മനസ്സിന് സമാധാനം വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ആയിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ആയിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യുന്നു. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി 2 ഭാരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 2 കാര്യങ്ങളാണ് നിങ്ങൾ എടുത്ത് നടക്കുന്നത്. ഒന്ന് നിങ്ങളുടെ ഹാർട്ട്. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വളരെ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ആരും ഇനിയും വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കരുത്, ഓക്കെ, എന്നുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓവർ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, അത് ഓവർ പ്രൊട്ടക്ഷനായിട്ട് എടുക്കാനും പറ്റില്ല, കാരണം നിങ്ങളുടെ അനുഭവങ്ങളാണ്. പക്ഷേ യെസ്, നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഓക്കെ, എങ്ങനെ മുന്നോട്ട് പോകണം, സോ ദാറ്റ് അടുത്തൊരു പ്രാവശ്യം ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വന്നാൽ നിങ്ങൾ തകരാൻ പാടില്ല. ഓക്കെ, ഈ 2 മെയിൻ ഫോക്കസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ട് ദാറ്റ് നിങ്ങൾ സ്റ്റക്കാണെന്നല്ല, പക്ഷെ ആക്ച്വലി നിങ്ങൾ സ്റ്റക്കല്ല. ഓക്കെ, പ്രശ്നം ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം, ചിലർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, പക്ഷെ ഐഡിയാസ് ഉണ്ട്. എന്നാൽ ഏത് ഐഡിയ എടുത്താൽ മുന്നോട്ട് നീങ്ങാം എന്ന ഒരു കൺഫർമേഷൻ പ്രേക്ഷകർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് ഏതെങ്കിലും ദേവാലയങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, കുറച്ച് നേരം അവിടുത്തെ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കൂ. 5 മിനിറ്റ് 10 മിനിറ്റ് അധികം വേണ്ട. ഓക്കെ, ശാന്തമായ സ്ഥലത്ത് കുറേ നേരം ഇരിക്കൂ. നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊടുക്കൂ. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു തണുത്ത കാറ്റ്, ദേവാലയങ്ങളിലുള്ള അവിടുത്തെ മരങ്ങൾ, അവിടുത്തെ ചെടികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശുദ്ധവായു നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകുന്നതാണ്. എന്നാൽ ചില പ്രേക്ഷകർക്ക് പണത്തെക്കുറിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ട്. പ്രേക്ഷകർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏറെ കേൾക്കാം. ഇലക്ഷൻ സമയമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ക്ഷമിക്കുക. മണി എനർജി. ഓക്കെ, എവിടെയോ നിങ്ങൾക്ക് പണം, ഓക്കെ, ചിലർക്കത് ഒബ്സെഷനായി മാറുന്നു. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. ഒബ്സെഷൻ വേണ്ട. ഓക്കെ, പണമില്ല ഇല്ല എന്നുള്ള ഒരു ബോധമാണെങ്കിൽ അതും വേണ്ട. പണം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഇനിയും കൂടുതൽ വേണം, എനിക്ക് ഒത്തിരി വേണം എന്നുള്ളൊരു ഒബ്സെഷൻ ആണെങ്കിൽ അതും വേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആകെ ഇത്രയും ഉണ്ടായിരിക്കണം ദാറ്റ് ഇന്നത്തേക്ക് എനിക്ക് പണം വേണം, നാളത്തേക്ക് വേണം, ആൻഡ് എൻ്റെ സേവിങ്സ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് സഡൻ ഒരു എമർജൻസി വന്നാൽ എൻ്റെ കയ്യിലെടുക്കാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്ര ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകൂ, സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ക്ലോക്ക്ഡായി പോവും, പിന്നെ നിങ്ങൾ ബാക്ക് ടു ഈ ഒരു പൊസിഷനിലെത്തും. അത് വേണ്ട, അതിൽ പാടില്ല എന്നതാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് മെസ്സേജ്? 4 ഓഫ് കാർഡ്സ്. ഓക്കെ, 10 of swords, Ace of wands,
5 of Wands. സോ ചില പ്രേക്ഷകർക്ക് ഇത് മാരേജ് റിലേറ്റഡ് കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ റിലേറ്റഡ് ആകാം. ബിസിനസ് ആൻഡ് കരിയർ ഉള്ളവർക്ക് ബിസിനസ് പാർട്ട്ണർ ആൻഡ് കൊലീഗ്സ്, ഓക്കെ, അവരുമായിട്ടുള്ള ബന്ധമാകാം. ചിലരുടെ ലവ് അഫെയർ ആണ്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ചില പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്, നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ മാരേജ്, കൊലീഗ്സ് ഓർ ബിസിനസ് പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വന്നിരുന്നു, റൈറ്റ്? പക്ഷേ അവിടുന്ന് നിങ്ങൾ കരകയറി കഴിഞ്ഞു. ഓക്കെ, ലുക്ക് അറ്റ് ദി ഏസ് ഓഫ് വാൻസ്, ലുക്ക് അറ്റ് ദീസ് 2 കാർഡ്സ്. 10 ഓഫ് സ്വോർഡ്. ഓക്കെ, ഒരു പ്രത്യാശയില്ലാതെ ജീവിതത്തിലെല്ലാം തോറ്റൊരു വ്യക്തി, അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വന്ന് കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി നിങ്ങൾ റൈസിങ്ങിലാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ക്ലട്ടർ ഉണ്ട്. ഓക്കെ, മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെന്ത് ചെയ്തു, അതിപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വെളിയിലിറങ്ങും. സാമ്പത്തിക സ്ഥിതി നോക്കുന്നവർക്ക് നിങ്ങൾക്ക് നല്ല മെച്ചം വരുന്നതാണ്. 5 ഓഫ് വാൻസ് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നേട്ടമാണ്. ഓക്കെ, നേട്ടമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ഈ ഒരു ക്ലട്ടർ, മനസ്സിൽ നടക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, ഓക്കെ, വാക്തർക്കങ്ങൾ, നിങ്ങൾ ആരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടില്ല, അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത്, ഓക്കെ, ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നുണ്ട്. ചില സമയത്ത് പണത്തോടുള്ള ഒബ്സെഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, വാട്ട് എൽസ്? കാമിക് റിലേഷൻഷിപ്പ് റിലീസിങ് ദ പാസ്റ്റ്. സോ ഈ റിലേഷൻഷിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കാർമിക് ആയിരുന്നു. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് ചില കടങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ തീർത്തത്. അതിനെ റിലീസ് ചെയ്തോളൂ. ഓക്കെ, കഴിഞ്ഞു, ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു. കിങ്, ഡിവൈൻ മാസ്കുലിൻ. ഓൾറൈറ്റ്, സോ ഫെമിനൈൻസ്, ലേഡീസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാസ്കുലിൻ എനർജി അതിനെ വർദ്ധിപ്പിക്കൂ. ഓക്കെ, നിങ്ങൾ എപ്പോഴും റിസീവിങ് മോഡാണ് അല്ലേ? ഫെമിനൈൻ എനർജി എന്ന് വെച്ചാൽ റിസീവിങ് മോഡാണ്. വളരെ കെയറിങ്, എല്ലാവരെയും സഹായിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തി. ഇവിടെ പറയുന്നത് നിങ്ങൾ മാസ്കുലിൻ മോഡിൽ വരൂ, ആക്ഷൻ മോഡിൽ വരൂ. നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾക്ക് ആദ്യം ശ്രദ്ധ കൊടുക്കൂ, ആദ്യം പ്രയോറിറ്റി കൊടുക്കൂ. ഓക്കെ, മറ്റാൾക്കാർക്ക് എന്ത് വേണം, ആൻഡ് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജോലിക്കുള്ളത് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ ജോലിക്കുള്ള സമയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, കിങ് പോലെ ആലോചിക്കൂ. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വർദ്ധിപ്പിക്കാം അത് ആലോചിക്കൂ. നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അത് ആലോചിക്കൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ എന്തൊക്കെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം അത് ആലോചിക്കൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മാസ്കുലിനിറ്റി വേണം ടാപ്പ് ചെയ്യാൻ. മെയിൽസ്, ഓക്കെ, സോ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഗെയിം സ്റ്റെപ്പ് അപ്പ് ആക്കൂ. ഓക്കെ, എവിടെയോ നിങ്ങൾ ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കൂ. ഓക്കെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഓക്കെ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഈഗോ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളാണ് നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യുന്നു. നോ, അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഈഗോ പാടില്ല. ഓക്കെ, ബിക്കോസ് ക്ലിയർലി ഈ ഒരു ഫേസിൽ ഈഗോ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നാവില്ല. ഓക്കെ, ഈഗോ പ്രശ്നങ്ങൾ മാറ്റിവെക്കൂ. പക്ഷേ ബി എ മാൻ, ബി ജെൻറ്റിൽ. റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കൂ. നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ ലവറുമായിട്ട് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കൂ. കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ അവിടെ ലീഡർഷിപ്പ് റോളിൽ വരൂ. നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യേണ്ട പ്രോജക്ട്സ് അത് പ്രസൻറ്റ് ചെയ്യൂ. ബിസിനസ്സിലാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കൂ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കൂ.
Okay, now I'll take affirmations. 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 Releasing anger from the past sets me free in the present. ഞാൻ കാർഡ് എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു ആങ്കർ ഇഷ്യൂസ് ഉണ്ട് പ്രേക്ഷകർക്ക്. ഓക്കെ, ദേഷ്യം മാറ്റൂ, ഫ്രീ ആക്കൂ, കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു, പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു, സഹിക്കേണ്ടത് സഹിച്ചു കഴിഞ്ഞു. ഓക്കെ, നൗ ലീവ് ഇറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഐ നോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റാൾക്കാരോട് ഗ്രഡ്ജസ് ഉള്ള പ്രേക്ഷകർക്ക് ഗ്രഡ്ജസ് മാറ്റാൻ പറ്റുന്നില്ല എന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓം മണി പത്മേഹും എന്ന മന്ത്ര ചൊല്ലാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വെച്ച് കേൾക്കാം. ഐ ഡോണ്ട് നീഡ് ടു ഫൈൻഡ് മൈ പേർപ്പസ് വിൽ ഫൈൻഡ് മീ. ചില പ്രേക്ഷകർക്ക് എൻ്റെ ലൈഫ് പേർപ്പസ് എന്താണ്, ഐ നീഡ് ടു ഫൈൻഡ് ഇറ്റ്, എനിക്കിപ്പോൾ അത് ചെയ്യണം എന്ന് പറയുന്നു. ഡിവൈൻ പറയുന്നത് ഹോൾഡ് ഓൺ, ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈൻഡ്ലി അത് ചെയ്യൂ. ഓക്കെ, പെതുക്കെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നേരിടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസിൽ മുന്നോട്ട് പോകാനുള്ള സമയം വരുമ്പോൾ ഓക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുമ്പിൽ ആ കാര്യം വന്നെത്തുന്നതാണ്. ഓക്കെ, ഐ ആം നോട്ട് ദ വിക്ടിം, ഐ ആം ദ ലൈറ്റ് ഹൗസ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിക്ടിം മോഡിൽ ആക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, വിക്ടിം മോഡിൽ നിൽക്കുന്നവർ മാനിപ്പുലേറ്റേഴ്സാണ്. ഓക്കെ, ആർക്ക് മറ്റാൾക്കാരെ അവരുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യണം, അവരാണ് വിക്ടിം മോഡിൽ എപ്പോഴും നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു, ഓ മൈ ഗുഡ്നസ്, ഞാൻ പാവമാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ നടന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു, ഞാൻ ഇത് സഹിച്ചു, ഞാൻ അത് സഹിച്ചു. യെസ്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഗോ ത്രൂ ചെയ്യുന്നവരാണ്. പക്ഷേ വിക്ടിം മോഡ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു, ഞാൻ ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഗോയിങ് ടു കറക്റ്റ് മൈസെൽഫ്. ഓക്കെ, എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി ആ തെറ്റുകൾ ഞാൻ ശരിയാക്കാൻ പോകുന്നു. ഓക്കെ, എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും നല്ല ജീവിതം വേണം. അതാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്നു. പക്ഷെ നിങ്ങൾ അതേ വിക്ടിം മോഡിൽ നിൽക്കുകയാണ്. ദാറ്റ് എനിക്കിങ്ങനെ സംഭവിച്ചു, എനിക്കങ്ങനെ സംഭവിച്ചു, ചലോ ഞാൻ മറ്റാൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ സഹായം എടുക്കാം, അവരുടെ കയ്യിൽ നിന്ന് ഈ സഹായം എടുക്കാം, പക്ഷെ ഞാൻ ആർക്കും ഒന്നും ചെയ്യില്ല, ഞാൻ ആർക്കും ഒന്നും കൊടുക്കില്ല, ഞാൻ ആരെയും സഹായിക്കില്ല, ഞാനാണ് വലുത്. ഓക്കെ, ആ വിക്ടിം മോഡിൽ നിന്ന് ഇറങ്ങൂ. വിക്ടിം മോഡിൽ മാനിപ്പുലേറ്റേഴ്സ് ആണ് നിൽക്കുന്നത്, നാർസിസിസ്റ്റ് പീപ്പിൾ ആണ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കും നിങ്ങൾ നാർസിസിസ്റ്റ് മോഡിൽ നിൽക്കുകയാണെങ്കിൽ, ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, ആ ഒരു മോഡിൽ നിന്ന് വെളിയിലിറങ്ങും. നിങ്ങൾ ആ വിക്ടിം മോഡിൽ ഇരുന്നാൽ തന്നെ പെതുക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിലേക്ക് മാറും. അത് ചെയ്യാതിരിക്കൂ, കാരണം അത് നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ലൈറ്റ് ഹൗസ് ആണ് നിങ്ങളെ പറയുന്നത്. ലൈറ്റ് ഹൗസ് വെറുതെ ഒരാളെ പറയില്ല, അൺലെസ് ആൻഡ് അൺടിൽ ആ പേഴ്സൻ്റെ അടുത്ത് ഏറെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ജീവിതത്തിൽ നല്ലതാക്കി വരാൻ, നല്ലതാക്കാൻ, ജീവിതം നല്ലതാക്കാൻ, അവരുടെ ജീവിതം ഒപ്പം തന്നെ മറ്റാൾക്കാരുടെ ജീവിതം നല്ലതാക്കാനുള്ള കഴിവ് ഉള്ളവരെ മാത്രമേ ലൈറ്റ് ഹൗസ് എന്ന് വിളിക്കൂ. ഓക്കെ, സോ പ്ലീസ് കം ഔട്ട് ഓഫ് ദിസ് വിക്ടിം മോഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് വോയ്ലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, ആൻഡ് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കൂ, ഇനിയും വന്ന് കാണൂ. ഇഫ് നിങ്ങൾ ഏതെങ്കിലും പോയിൻ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, സെയിൽസ് ടീമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. കൈൻഡ്ലി എന്നെ അവിടെയും ഫോളോ ചെയ്യുക. ഷോർട്സ് ഇടാറുണ്ട്, അതും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഗോഡ് ബ്ലെസ് യു. മേ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബ്ലെസ്സിങ്സ് കംസ് ഇൻ യുവർ ലൈഫ്. ആൻഡ് നിങ്ങളുടെ ഈ ബ്ലെസ്സിങ്സ് അത് എല്ലാവരുടെ ജീവിതത്തിലും കൂടി പകരട്ടെ. So see you in my next video. Bye.